കാർഷിക വാർത്തകൾ. കണ്ണൂരിൽ കശുമാങ്ങ ഫെനി നിർമ്മാണത്തിന് നീക്കം. കശുമാങ്ങ മദ്യത്തിന് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചു. പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഗോവൻ ഫെനി മാതൃകയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. പയ്യാവൂരിലും പരിസര പ്രദേശങ്ങളിലും കശുമാവ് കൃഷി സമൃദ്ധമാണ്. ഇത് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ 2016 സഹകരണ സംഘം ഈ ആശയവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത്. 2022 ജൂണിൽ സർക്കാർ പദ്ധതി അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ്. ഡിസ്റ്റിലറിക്കായി കാഞ്ഞിരക്കൊല്ലിയിൽ 4 ഏക്കർ ഭൂമി സഹകരണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാദേശിക കർഷകരെ ഒരുമിപ്പിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 ലിറ്റർ ഫെനിയുടെ ഉൽപ്പാദന ചെലവ് ഏകദേശം 200 മുതൽ 250 രൂപ വരെയാകുമെന്നാണ് കണക്കാക്കുന്നത്. 100% എക്സൈസ് നികുതി ഏർപ്പെടുത്തിയാൽ 500 മുതൽ 600 രൂപയ്ക്കിടയിൽ ഫെനി വിൽപ്പനയ്ക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ഫെനി എന്ന പേരാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഗോവയിൽ ഫെനി എന്നതിന് പേറ്റന്റ് ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ പിന്നീട് ഉചിതമായ തീരുമാനത്തിലെത്താമെന്ന ഉദ്ദേശത്തിലാണ് സഹകരണ സംഘം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാചക എണ്ണയുടെ തീരുവ കുറച്ചത് ഭക്ഷ്യ കമ്പനികൾക്ക് നേട്ടമാകും. കമ്പനികൾക്ക് അസംസ്കൃത വസ്തുക്കളുടെ ചെലവ് കുറയുന്നതുകൊണ്ടാണിത്. അസംസ്കൃത പാചക എണ്ണകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം 2026 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദം മുതൽ ഭക്ഷ്യകമ്പനികളുടെ അസംസ്കൃത വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അസംസ്കൃത വസ്തുക്കളുടെ വില കുറയ്ക്കുന്നതിനോടൊപ്പം മറ്റുൽപ്പന്നങ്ങളുടെ ഉയർന്ന ചെലവുകളും കുറയ്ക്കും. വില കുറയുന്നത് തുടരുകയാണെങ്കിൽ വരും പാദങ്ങളിൽ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികളുടെ ലാഭം മെച്ചപ്പെടുത്താനും ഇത് കാരണമാകുമെന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. പാചക എണ്ണകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിലൂടെ ബ്രിട്ടാനിയ, നെസ്ലെ ഇന്ത്യ, ബിക്കാജി ഫുഡ്സ് തുടങ്ങിയ ഭക്ഷ്യകമ്പനികൾക്കാണ് നേട്ടമുണ്ടാകുക. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കുന്നതിനുള്ള നീക്കത്തിൽ പാം, സൂര്യകാന്തി, സോയ എന്നിവ ഉൾപ്പെടെയുള്ള അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി തീരുവ 20% നിന്ന് 10% കുറയ്ക്കുകയായിരുന്നു കേന്ദ്രം. മെയ് 31 മുതൽ ഇവ പ്രാബല്യത്തിൽ വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉള്ളിവിലയിൽ 20% വർധന. കനത്ത മഴയിൽ വിളനാശമുണ്ടായത് വിപണിയിൽ ഉള്ളിവരവ് കുറയാൻ കാരണമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഉള്ളിയുടെ വില 20%-ഓളമാണ് വർദ്ധിച്ചത്. ഉള്ളി ഉൽപാദന പ്രദേശങ്ങളിലെ കനത്ത മഴ വിളയ്ക്ക് നാശനഷ്ടമുണ്ടാക്കുകയും വിപണിയിലേക്കുള്ള വരവ് കുറയുകയും ചെയ്തു. ഉൽപാദനവും സംഭരണവും ഉയർന്നിട്ടും ഉള്ളിയുടെ വില വർദ്ധിച്ചതിൽ ആശങ്കയിലാണ് വ്യാപാരികൾ. സർക്കാർ ഉള്ളി സംഭരണം പ്രതീക്ഷിക്കുന്നതിനാൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉള്ളി മൊത്ത വ്യാപാര വിപണിയായ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ലസൽഗാവ് മൊത്ത വ്യാപാര വിപണിയിൽ മെയ് 15 കിലോഗ്രാമിന് 11.50 നിന്ന് മെയ് 31 14 ശരാശരി വില ഏകദേശം 20% വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം കനത്ത മഴയിൽ മഹാരാഷ്ട്രയിൽ ഏക്കർ കണക്കിന് ഉള്ളിയാണ് കേടായിപ്പോയത്. ഏക്കറിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഉള്ളി കർഷക സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി വിൽക്കാനും പല കർഷകരും നിർബന്ധിതരായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിക്കായി റബ്ബർ ബോർഡുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ റബ്ബർ കർഷകർക്കും ഇടുക്കി ജില്ലയിലെ ഏല കർഷകർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിൽ 2025 മുതൽ 2029 വരെയാണ് കേരള ക്ലൈമറ്റ് റെസീലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. കോട്ടയത്തെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. വസന്തകേശൻ, കേര പദ്ധതിയുടെ അഡീഷണൽ പ്രൊജക്ട് ഡയറക്ടറും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറുമായ PV വിഷ്ണുരാജ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ഇതേ ചടങ്ങിൽ തന്നെ കേര പദ്ധതിക്കായി സ്പൈസസ് ബോർഡുമായും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. സ്പൈസസ് ബോർഡിനു വേണ്ടി ഡയറക്ടർ ഡോക്ടർ AB രമാശ്രീയാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേര പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടിക്കും തുടക്കം കുറിച്ചു. കേര പദ്ധതി പ്രകാരം റബ്ബർ, ഏലം എന്നിവയുടെ ആവർത്തന കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടർ 1-ന് റബ്ബർ കൃഷിക്ക് 75,000 രൂപയും ഏലത്തിന് 1 ലക്ഷം രൂപയും വീതം 2 ഹെക്ടറിന് ധനസഹായം ലഭിക്കും.
കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ റബ്ബർ കർഷകർക്കും ഇടുക്കി ജില്ലയിലെ ഏല കർഷകർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി സൈലേഷ് മേത്ത ചുമതലയേറ്റു. ദീപക് ഫെർട്ടിലൈസേഷന്റെ മേധാവിയാണ് ഇദ്ദേഹം. അടുത്ത 2 വർഷത്തേക്കാണ് സൈലേഷ് മേത്തയെ നിയമിച്ചിരിക്കുന്നത്. കാലാവധി നീട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബോർഡ് തീരുമാനമെടുക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. പാരദീപ് ഫോസ്ഫേറ്റിലെ മേധാവി N. സുരേഷ് കൃഷ്ണ സ്ഥാനം ഒഴിയുന്നതിലേക്കാണ് നിയമനം. 2022 ഡിസംബറിലായിരുന്നു കൃഷ്ണൻ ചെയർമാനായത്. ഇക്കാലയളവിൽ മേത്ത MFAIയുടെ സഹചെയർമാനായിരുന്നു. $982 ബില്യൺ മൂല്യമുള്ളതാണ് ഇന്ത്യയുടെ ഫെർട്ടിലൈസേഷൻ ഇൻഡസ്ട്രി. 4 പതിറ്റാണ്ടിലേറെയായി ഫെർട്ടിലൈസേഷൻ വ്യവസായത്തിൽ പരിചയമുള്ള വ്യക്തിയാണ് മേത്ത. 5 വർഷത്തിലേറെയായി FAIയുടെ പടിഞ്ഞാറൻ മേഖലയുടെ ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 232, RSS 5 228, ലാറ്റക്സ് 170, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബഡ് 68800, കുരുമുളക് അൺഗാർബൈഡ് 66800, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 30200, കൊപ്ര 21300, ചുക്ക് 22500,